എന്തുവാ നീ എന്തിനിങ്ങനെ ഹലോ നമസ്കാരം, ഞാൻ നിങ്ങളുടെ സ്വന്തം ജോമോൻ. വെൽക്കം ബാക്ക് ടു ലൈഫ് ഓഫ് ജസ്റ്റി. ഇതാരാണെന്ന് മനസ്സിലായോ? നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും ഏതെങ്കിലും ഒക്കെ വീഡിയോയില്. ഒരു വീഡിയോ നമ്മൾ ചെയ്തായിരുന്നല്ലോ. അപ്പൊ ആ വീഡിയോയില് നിങ്ങൾ ചെറുതായിട്ട് കണ്ടിട്ടുണ്ട്, ഞാൻ കമന്റിലേക്ക് കണ്ടിട്ടുണ്ട്, കുഞ്ഞൻ എവിടെ പോയി എന്നൊക്കെ കുറച്ച് പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അതെ, കുഞ്ഞനുമായിട്ടാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. ഹലോ മിസ്റ്റർ കുഞ്ഞൻ, നിന്നെ ആരോ കുഞ്ഞനെ തിരക്കാൻ. അപ്പോ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് എന്താ, നമ്മൾ ഓരോ വീഡിയോയില് ഇപ്പം മീൻസ് ആദ്യത്തെ വീഡിയോയിൽ നമ്മൾ അപ്പച്ചന്റെ അമ്മച്ചയുടെയും പിന്നെ ഞങ്ങളുടെ ഒരു ഇൻട്രൊഡക്ഷൻ ചെയ്തു. രണ്ടാമത്തെ വീഡിയോയിൽ ഞങ്ങളുടെ പേരൻസിനെ പറ്റി സംസാരിച്ചു. ഇനിയുള്ള വീഡിയോയിൽ എന്താ, ഇനിയുള്ള ഈ വീഡിയോയിൽ നമ്മൾ ഇവനെ പറ്റിയും ഞങ്ങളുടെ ചൈൽഡ്ഹുഡിലെ കുറച്ച് കാര്യങ്ങളും ഞങ്ങളുടെ കുട്ടിക്കാലത്തെ ഈ പറഞ്ഞ പോലെ കുട്ടിക്കാലത്തെ കുറച്ച് കഥകളും പിന്നെ എന്താ അല്ലറ അങ്ങനെ അവിടെ ഇവിടെയൊക്കെ സംസാരിച്ചു വാങ്ങും. യെസ്. അപ്പോ ദിസ് ഈസ് മിസ്റ്റർ ജെറിൻ മാത്യു. ജെറിൻ മാത്യു. വീട്ടിൽ ജെർമോൻ എന്ന് വിളിക്കും. ജെർമോൻ, അത് സ്വയം ഇട്ടതാ. എന്റെ വീട്ടില് ജോമോൻ എന്നാണ് അറിയാലോ. അപ്പൊ എന്നെ ജസ്റ്റിൻ മാത്യു എന്റെ ഒറിജിനൽ നെയിം. അപ്പൊ വീട്ടില് ജോമോൻ എന്ന് വിളിക്കും. അപ്പൊ ഇവനെ വിളിക്കാൻ പേര് വേണ്ട, വെറുതെ കൺഫ്യൂസ്ഡ് ആക്കണ്ട എന്നുള്ള രീതിയിൽ ഇവനെ ജെറിന്ന് മാത്രം വിളിക്കാന്നുള്ള ഒരു ഇതിലോട്ട് എത്തി. അപ്പം ഇവന് പക്ഷെ അവന് വളർന്നപ്പോ അവന് വിഷമം കാണുകയോ അതുകൊണ്ട് സ്വയം അവന്റെ പേര് ജെറിൻമോൻ എന്നിട്ടു. ജെറിൻമോൻ. എന്താ നമ്മൾ പറഞ്ഞു വന്നത്, ഇതാണ് മിസ്റ്റർ ജെറിൻ മാത്യു, എന്റെ സ്വന്തം ഒരേ ഒരു അനിയൻ. യെസ്. നമ്മളൊരു വീഡിയോയിൽ വന്നിരുന്നു. അപ്പൊ അതാണ്. ഇനിയിപ്പോ എന്താ, ഇനിയിപ്പോ പിന്നെ കുറച്ചു പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇപ്പൊ എന്താ ചെയ്യുന്നത്, അപ്പച്ചൻ വിളിക്കുന്നത് എന്താ അപ്പൊ കുറച്ചുപേര് ചോദിച്ചിട്ട് ഞാനിപ്പോ എന്താ ചെയ്യുന്നത്, ഇപ്പൊ എന്താ നിങ്ങളുടെ പരിപാടി എന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റിയൊക്കെ അന്നത്തെ വീഡിയോയിൽ അത്ര കൊണ്ട് സംസാരിച്ചില്ലായിരുന്നു. അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ അതിനെപ്പറ്റി സംസാരിക്കാന്ന് വെച്ചു. അപ്പൊ ആക്ച്വലി എന്റെ എഡ്യൂക്കേഷൻ ഒക്കെ കഴിഞ്ഞിട്ട് സദർലൻഡ് എന്ന് പറയുന്ന ഒരു IT കമ്പനിയാണ്. അപ്പം അവിടെ വർക്ക് ചെയ്യായിരുന്നു. അവിടെ ഒരു 1.5 വർഷം വർക്ക് ചെയ്തു. ഇപ്പോ റിസൈൻ ചെയ്തു അത്. എന്നിട്ട് ഞങ്ങളുടെ ഫ്രണ്ട്സ് സെറ്റപ്പിൽ ചെറിയൊരു ബ്രാൻഡ് ബിൽഡ് ചെയ്യണമെന്ന ലക്ഷ്യത്തോടെ ചെറിയൊരു ബിസിനസ് വിൻഡീക് എന്ന പേര് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ അതിന്റെ വർക്ക്സ് ഓൺഗോയിങ് ആണ്. അപ്പൊ ഞങ്ങൾ ആക്ച്വലി അതിന്റെ ഒരു ഷോപ്പ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അല്ലാണ്ട് ഓൺലൈനും ഉണ്ട്. അപ്പൊ അതങ്ങനെ നടക്കണം. പിന്നെ അല്ലറ ചില്ലറ പരിപാടിയൊക്കെ ഉണ്ട്. അത് ഞാൻ പിന്നെ വഴിയെ പറയാം. ആൻഡ് എന്താ ജെറിൻ മാത്യു, താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? താങ്കൾ എന്ത് ചെയ്യുന്നു? ഞാൻ ആക്ച്വലി എന്റെ സ്റ്റഡീസ് ഓൺഗോയിങ് ആണ്. അതുപോലെ തന്നെ ഒരു പ്രൊഫഷണൽ ട്രേഡറും കൂടെ ആണ്. അതുപോലെ ഞാൻ ഒരു കമ്പനിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്, മെന്ററിങ് ചെയ്യുന്നുണ്ട് സ്റ്റോക്ക് മാർക്കറ്റിൽ. ദാറ്റ്സ് മീ. ഓക്കെ, അപ്പം ദാറ്റ്സ് ജെറിൻ മാത്യു. ജെറിൻ മാത്യു എന്താ വെറും ഒരു സാധാരണ വ്യക്തിയല്ല. ജെറിൻ 21ാമത്തെ വയസ്സിൽ തന്നെ ഒരു ബിസിനസ് ഓണറാണ്, ഒരു കോ ഓണറാണ്. പിന്നെ ഈ പറഞ്ഞതുപോലെ അവൻ ഒരു ട്രേഡിംഗ് കമ്മ്യൂണിറ്റി അവൻ ടീച്ച് ചെയ്യുന്നുണ്ട്. അവൻ ഒരു മെന്ററാണ്. അപ്പം ദാറ്റ്സ് ഇൻ. പിന്നെ ഇനിയിപ്പോ നമുക്ക് നമ്മുടെ കാര്യങ്ങളൊക്കെ ആയല്ലോ. ഇനി നമുക്ക് എന്താ, ഞാൻ ഇടയ്ക്ക് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാനാണെങ്കിൽ 4 വയസ്സ് വരെ ഇവിടെ, അത് കഴിഞ്ഞിട്ട് അമ്മയുടെ വീട്ടില്, ഇവൻ 1.5 വയസ്സ് മുതൽ ഇവിടെ ആണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി കുറച്ച് പേരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിനെപ്പറ്റി നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനല്ല, നമുക്ക് സംസാരിക്കാം. അപ്പം അതെന്താന്ന് വെച്ച് കഴിഞ്ഞാല്, അമ്മ പപ്പ സൗദി പോയപ്പോ ഞാനാണെങ്കിൽ നേരെ എന്റെ അമ്മയുടെ വീട്ടിലാണ് നിന്നത്. അവിടെ അപ്പച്ചനും അമ്മച്ചും ഉണ്ട്, ആന്റിമാരുണ്ടായിരുന്നു. അവരുടെയൊക്കെ കൂടാണ് ഞാൻ വളർന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 വർഷം ഞാൻ അവിടെ ആയിരുന്നു. അവിടെ അടിപൊളിയാണ്. അതിന്റെ കഥകൾ ഞാൻ പിന്നെ ഇനിയുള്ള വീഡിയോസിൽ ഞാൻ പറയാം. അവിടെ നമുക്ക് എല്ലാവരെയും കൂടി കാണിക്കാം, അവിടെ എല്ലാവരെയും കാണിക്കാം ഞാൻ. അപ്പോ ഞാൻ LKG തൊട്ട് ഒരു 3ാം ക്ലാസ് വരെ ഞാൻ അവിടെയാണ് നിന്നത്. എന്നിട്ട് അപ്പൊ ഈ ടൈമില് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഇപ്പം ഒരാളെ അവിടെ നിർത്താം, ഒരാളെ ഇവിടെ നിർത്താം എന്നുള്ള ഒരു പ്ലാനിലായിരുന്നു. അപ്പൊ അവിടെ ആന്റിമാരെ കിടന്നു. ഞാനിപ്പോ LKG ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് കൊണ്ട് ഇപ്പം എന്റെ പഠിത്തത്തിൽ ഇവന് കുറച്ച് വർഷം കൂടെ കഴിയുമല്ലോ എന്നുള്ള രീതിയിലാണ് എന്നെ അവിടെ കൊണ്ടുപോകുന്നത്. എന്നിട്ട് ഞാൻ 4ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പിന്നൊന്നും പറയണ്ട. ഇവിടെ വരുന്നതിന് മുന്നേ തന്നെ ഞങ്ങള് ചരിത്രം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മള് തല്ലുമലയിലേക്കാണല്ലേ, അമ്മാതിരി ഇടിയായിരുന്നു. ഞങ്ങളൊരു ചെറുപ്പം പോലെ ഭയങ്കര ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ
ഒടുക്കത്തടി. എന്നിട്ട് ഞങ്ങള് എന്താ 4ാം ക്ലാസ്സിൽ ഇവിടെ വന്നിട്ട് അതില് വിടി. എന്നിട്ട് ഇടി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചില്ലറ ഇടിയൊന്നല്ല. ഇടി കാരണം ഞാൻ പുറത്ത് വരെ പോയി പഠിക്കേണ്ട അവസ്ഥ. ഇവൻ അത് കഴിഞ്ഞിട്ട് ഒരു 2 വർഷം സൗദിയിൽ പോയിട്ടുണ്ടായിരുന്നു. കാര്യം രണ്ടുപേരും ഒരുമിച്ച് നിർത്താൻ പറ്റില്ല. പണ്ട് നമ്മള് അണ്ണൻ തമ്പി സിനിമ ആണല്ലേ, അണ്ണൻ തമ്പി സിനിമ കാണുമ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. രണ്ടുപേരെ രണ്ടിടത്ത് നിർത്തുന്നത് എന്ത് റീസൺ എന്താ? ഇടി കാരണം. അത് ശരിക്കും ആക്ച്വലി കുറെയൊക്കെ ഇതുണ്ടായിരുന്നത് ഒരുമിച്ച് നിർത്താറുണ്ട്. പക്ഷെ ഒരുമിച്ച് നിർത്താൻ പറ്റാൻ റീസൺ തന്നെ ഈ ഇടിയായിരുന്നു. ഞാൻ പുറത്തു പോവുകയും ചെയ്ത്, അതുപോലെ തന്നെ ഞാൻ ഹോസ്റ്റലിൽ നിന്ന് തന്നെ പഠിച്ചു. ഹോസ്റ്റൽ അതെന്തുകൊണ്ടാ ഹോസ്റ്റലിൽ നിന്ന് പഠിക്കേണ്ട റീസൺ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതും ഇടി കാരണം. അമ്മാതിരി ഇടി, രണ്ടുപേരും തമ്മിൽ ഇടിയോടിടി അങ്ങനെ പറയാം. അമ്മാതിരി ഇടിയായിരുന്നു. എന്താ അത് ഞങ്ങളൊരു പ്രളയത്തിന്റെ ചാബല്യം അങ്ങനെ കൂട്ടാം. അപ്പോ 4ാം ക്ലാസ് മുതൽ ഞാനിവിടെ വന്നു. അത് കഴിഞ്ഞിട്ട് ഒരു 10 വരെ നല്ല ഇടിയായിരുന്നു. 10 പ്ലസ് 9 ആ ഒരു ഏജ് വരെ നല്ല ഇടിയായിരുന്നു. പിന്നെ ഞങ്ങൾ നന്നായി, പിന്നെ മിടുക്കം പിള്ളേരായി. പിന്നെ ഞങ്ങൾ അങ്ങനെ ഇടയ്ക്കൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകും. പക്ഷെ എന്നാലും ഇല്ല, വലുതായിട്ടില്ല അങ്ങനെയുള്ള ഇഷ്യൂസ്. ഇടി എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇടിയായിരിക്കും. ബട്ട് സ്റ്റിൽ ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ നമ്മള് കോംപ്രമൈസ് ആയിട്ട് അന്നായാലും അത് അത്രേ ഉള്ളായിരുന്നു. ഇപ്പൊ നമ്മൾ ഇടിയൊക്കെ ഉണ്ടാക്കി അപ്പച്ചനൊക്കെ പറഞ്ഞു ഓടി വന്ന് പറഞ്ഞപ്പോ ഞങ്ങള് അതെനിക്ക് ഇപ്പോഴും ഓർമ്മയില്ല. അല്ലെ മമ്മിയെ വിളിച്ചു പറയുന്ന സമയത്ത്. അതെ ഞങ്ങൾ ഇടി ഉണ്ടാകും. അപ്പൊ ഞാൻ ആദ്യം ചെയ്യുന്ന കാര്യം ഫോൺ എടുക്കുക, പപ്പയെ വിളിക്കുക, അല്ലെ അമ്മയെ വിളിക്കുക. വിളിച്ചിട്ട് ഈ പിള്ളേർ ഇവിടെ നിർത്താൻ പറ്റത്തില്ല, കൊണ്ടുപോകണം. അപ്പൊ ഞങ്ങള് എന്താ അപ്പച്ചൊരു ഒരു ചീത്തവിളിയോ അപ്പച്ചൻ. ആക്ച്വലി അപ്പച്ചൻ ഇപ്പോഴാണ് അപ്പച്ചൻ ഇത്ര പാവം പിടിച്ചത്. പണ്ട് അപ്പച്ചൻ ഇച്ചിരി ടെററായിരുന്നു. ഇപ്പോഴാണ് ബുക്കിയായത്. ആരും ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പച്ചൻ പണ്ട് ഈ പിള്ളേരെയൊക്കെ വിറപ്പിച്ചതാണ്. ഞാൻ പറഞ്ഞത് ഞാൻ കമന്റ് റിപ്ലൈ എടുത്തിട്ടുണ്ടായിരുന്നു. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പണ്ട് പപ്പ ആണെങ്കിൽ കായലില് ഇതിന് അതൊക്കെ അടിച്ച് പൊട്ടിച്ചിട്ടുണ്ടെന്ന് അത് നമ്മുടെ തെങ്ങി കെട്ടിട്ട് അടിച്ചു. അതാ പറയാൻ പോകുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പച്ചൻ ഇപ്പോഴാണ് ഇത്രയും പാവം പിടിച്ചൊരു മനുഷ്യനായത്. പണ്ടാണെങ്കിൽ എന്താ ഈ ചെറുപ്പത്തിൽ പപ്പയുടെയൊക്കെ ചെറുപ്പത്തിൽ ഇവിടെ നമ്മുടെ ഒരു കായലുണ്ട്, ചേരൂർ പുഞ്ച എന്ന് പറഞ്ഞിട്ടാണ് ഒരു കായലുണ്ട്. അപ്പൊ അവിടെ പപ്പ നീന്താൻ പോയെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ വെള്ളം ഉണ്ടല്ലോ, വെള്ളത്തിൽ കയറി പോയെന്ന് പറഞ്ഞ് ഇവിടെ വന്നിട്ട് ചെറിയ ഏജില് ഇവിടെ വന്ന് തെങ്ങിനകത്ത് കെട്ടിയിട്ട് അടിച്ച് പൊട്ടിച്ചൊരു മനുഷ്യനായിരുന്നു ഈ അപ്പച്ചൻ. പക്ഷെ ഇപ്പൊ നമുക്ക് അങ്ങനെ കണ്ടാൽ തോന്നും അപ്പൊ നീ ഇങ്ങനൊക്കെ ചെയ്യുന്നത്. എന്റെ ചെറുപ്പത്തിൽ എനിക്ക് കുറെ കിട്ടിയിട്ടുണ്ട്. ട്യൂഷന് പോകത്തില്ലായിരുന്നു. ട്യൂഷന് നല്ല പൊട്ടി കിട്ടിയിട്ടുണ്ട്. ചെറുപ്പത്തിൽ കിട്ടിയിട്ടുണ്ട്. പക്ഷെ പിന്നെ അപ്പച്ചൻ പാവമായി. ഇപ്പൊ വന്ന് ഡാ എന്ന് പോലും ദേഷ്യത്തോടെ വിളിക്കുന്ന ഞാൻ കണ്ടില്ല. അത്രയ്ക്ക് നന്നായിട്ട്. എങ്ങനെ ഒരു മനുഷ്യൻ ഇങ്ങനെ നന്നാവാൻ പറ്റുന്നത്? ഇങ്ങനെ നന്നാവോ? അപ്പൊ നേരത്തെ പറഞ്ഞ പോലെ നമ്മള് ചൈൽഡ്ഹുഡിന്റെ കാര്യങ്ങൾ, ചൈൽഡ്ഹുഡ് മീൻസ് കുട്ടിക്കാലത്ത് ഉള്ള കാര്യങ്ങളെന്ന് വെച്ചാൽ ഇപ്പൊ നമ്മള് സ്കൂളിലൊക്കെ പോകുന്ന സമയത്ത് എന്താ ഇപ്പം ചില പേരൻസ് മീറ്റിങ്ങിനോ അല്ലെങ്കിൽ ഇപ്പൊ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബാക്കി ഫ്രണ്ട്സിന്റെ ഒക്കെ അച്ഛനും അമ്മയൊക്കെ വരുമ്പോ നമ്മളിങ്ങനെ ആലോചിക്കുമായിരുന്നു, നമുക്കൂടെ ഒന്ന് ഒന്നായിരുന്നേല് എന്തെങ്കിലുമൊക്കെ രീതിയിൽ. അത് ചുമ്മാ ജസ്റ്റ് അന്നത്തെ കാലത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞല്ലോ, നമ്മൾ ഇന്ന് ആലോചിക്കുമ്പോ ആ ഡിസിഷൻ തന്നെ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. പക്ഷെ നമുക്ക് അന്ന് അത് അത്രത്തോളം അവെയർ അല്ല, അല്ലെങ്കിൽ അത്രത്തോളം നമുക്ക് അറിയില്ല. അപ്പൊ ചെറിയ നമുക്ക് വിഷമങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഇന്ന് ഞാൻ സ്റ്റിൽ എപ്പോഴും ഇനി ജീവിതകാലം മൊത്തം പറയാം, അന്ന് അവരെടുത്ത ഡിസിഷൻ ആയിരുന്നു ഏറ്റവും ബെസ്റ്റ്. അപ്പൊ നമ്മള് ഇങ്ങനെ ആലോചിക്കുമായിരുന്നു. അപ്പൊ നമുക്ക് ആരായിരുന്നു അതിന് പകരം വരുന്നത്? അപ്പൊ ആരാ വന്നോണ്ടിരുന്നത്? നമ്മുടെ ജീജോൺ. അതെ, ജീജോൺ ആയിരുന്നു നമുക്ക് അന്ന് വന്നോണ്ടിരുന്നത്. അപ്പച്ചൻ വന്ന് എന്താ ടീച്ചർമാരുടെയൊക്കെ ഞങ്ങളെ പറയേണ്ട എല്ലാ കാര്യങ്ങളും അപ്പച്ചൻ കേട്ട്. പക്ഷെ എന്നാലും രസമായിരുന്നു കേട്ടോ ഇപ്പൊ ആലോചിക്കാറ്. കാര്യം അപ്പച്ചൻ ക്ലാസ്സിലെ സൂപ്പർ സ്റ്റാർ. അപ്പൊ അപ്പച്ചനൊക്കെ വരുന്നത് കേട്ട് കഴിഞ്ഞാൽ ഫ്രണ്ട്സിന്റെ ഇടയിലൊക്കെ അന്ന് അപ്പച്ചനെ ജീജോൺ എന്നായിരുന്നു. അവിടെ ഫ്രണ്ട്സും വിളിക്കാൻ എങ്ങനെയായിരുന്നു? മിസ്റ്റർ ജീജോൺ എന്നായിരുന്നു. അപ്പൊ എന്താ അപ്പച്ചൻ അന്നേ ക്ലാസ്സിലെ എല്ലായിടത്തും ഞാൻ പറഞ്ഞ സൂപ്പർ സ്റ്റാർ ആയിരുന്നു എല്ലായിടത്തും. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ ഒത്തിരി സന്തോഷമായിരുന്നു അപ്പച്ചനെ വരുന്നതും അപ്പച്ചനെ കാണുന്നതും ഒക്കെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോഴും എന്റെ ഫ്രണ്ട്സ് ഒക്കെ ഇപ്പൊ ഞാൻ കുറെ നാളിന് ശേഷം ആൾക്കാരെ ആരെങ്കിലും കാണുവാണെങ്കിൽ അപ്പച്ചൻ എന്തേ, ജീജോൺ എന്തേ എന്നൊക്കെയാണ് ആദ്യം ചോദിക്കുന്നത്. അപ്പം എല്ലാവർക്കും ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പരിചയപ്പെടുത്താൻ ഒരുപാട് ആളുകൾ ഇനിയുണ്ട്. എല്ലാവരെയും വഴിയെ പരിചയപ്പെടുത്താം. ഇതിപ്പോ ചെറിയൊരു വീഡിയോ എന്നുള്ള രീതിയിൽ ചെയ്തതാണ്. എന്താ നമ്മള് ലാസ്റ്റ് 2 വീഡിയോ ഇട്ടതിനും അത്യാവശ്യം നല്ല റെസ്പോൺസ് വന്നിരുന്നു. എല്ലാവരും ഞാൻ കഴിഞ്ഞ വീഡിയോയിലും പറഞ്ഞിരുന്നു, എല്ലാവരുടെയും നിങ്ങൾ സ്നേഹത്തിനും എന്താ നമ്മളോട് കാണിക്കുന്ന അപ്പച്ചനോട് കാണിക്കുന്ന സ്നേഹത്തിനും ഞങ്ങളോട് കാണിക്കുന്ന സ്നേഹത്തിനും ഒക്കെ നന്ദിയുണ്ട്. എന്താ ഇനിയും ചെയ്യണം, ഇനിയും നിങ്ങളിലേക്ക് എത്തണം എന്നുള്ളൊരു ആഗ്രഹം വരുന്നത്
ഒരു സ്നേഹം കാണുമ്പോൾ ആക്ച്വലി പിന്നെ ചെയ്യാൻ തോന്നുന്നു. ഈ കമന്റ് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പം ഇങ്ങനെ നമുക്ക് വേണ്ടിയിട്ട് ഇത്ര എഫേർട്ട് ഇട്ട് അല്ലെങ്കിൽ നമ്മുടെ വീഡിയോയ്ക്ക് നമ്മൾ ചെയ്ത വീഡിയോയ്ക്ക് അത്രയും ഒരു കമന്റ് ഇടുമ്പോൾ അത്രത്തോളം എഫേർട്ട് ഇട്ട നിങ്ങൾ അതിന് സ്നേഹം പങ്കുവെക്കുന്നതൊക്കെ ഓർക്കുമ്പോൾ ഭയങ്കര ഒത്തിരി സന്തോഷമുണ്ട്. അപ്പോ എന്താ ഞാൻ വീണ്ടും പറയുന്നത്, നിങ്ങൾക്ക് എന്താ ഞാനൊരു നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ കുറച്ച് പേരൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടെന്ന് അറിയാം. അപ്പം ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഒരു Q&A സെക്ഷൻ വെക്കാം. അപ്പൊ അതിൽ നിങ്ങൾ ചോദിക്കാനുള്ളത് ചോദിക്കാം. അപ്പൊ നമുക്കതൊരു വീഡിയോ പോലെ അത് ചെയ്യാം. അതിങ്ങനെ ഒരു ചെറിയൊരു പ്ലാൻ ഉണ്ട്, അത് നമുക്ക് ചെയ്യാം. അങ്ങനെ പിന്നെ അതാ ഞാൻ പറഞ്ഞു, എന്തെങ്കിലുമൊക്കെ ചോദിക്കാനോ അറിയാനോ ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ആക്ച്വലി അന്ന് ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞായിരുന്നല്ലോ, നമുക്കിത് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ ഇല്ല. അപ്പൊ നമുക്ക് ഇങ്ങനെ തോന്നുന്ന കാര്യങ്ങൾ അപ്പൊ നമുക്ക് തോന്നുന്ന കാര്യങ്ങൾ അങ്ങ് ചെയ്യാണ്. അപ്പൊ അത് ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ ഇപ്പം കഴിഞ്ഞ വീഡിയോയിൽ ഒരു ചേട്ടൻ പറഞ്ഞു എഡിറ്റിംഗ് ഒന്ന് ശ്രദ്ധിക്കണം എന്നൊക്കെ. അപ്പം ഞങ്ങൾക്കറിയില്ല. അപ്പൊ നമ്മള് പറ്റുന്ന രീതിയിലാണ് ചെയ്യുന്നത്. അപ്പൊ അതൊക്കെ നമ്മൾ അപ്പം ഓക്കെ അവെയർ ആകാൻ ഹെൽപ്പ് ചെയ്യും. അപ്പൊ അതേപോലെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ പറയുക, അല്ലെങ്കിൽ എന്തെങ്കിലും ഇപ്പം വീഡിയോസ് ഏതെങ്കിലും രീതിയിലത്തെ വേണമെങ്കിൽ നമുക്ക് ഓക്കെ ആണ്, നമുക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ നമുക്കത് ചെയ്യാം. അപ്പച്ചൻ ഇപ്പം ഒരു കുട്ടി കമന്റ് ഇട്ടിരുന്നു, അപ്പച്ചനെ അമ്മച്ചിയോട് പുറത്ത് കൊണ്ടുപോകുന്നു. അപ്പൊ ആക്ച്വലി ഞങ്ങള് സ്ഥിരം ഇടക്കിടക്ക് പോകുന്നതാണ്, പക്ഷെ അന്നൊന്നും വീഡിയോ എടുത്തിട്ടില്ല, വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പൊ എന്തെങ്കിലും ഒരു ദിവസം കൊണ്ടുപോകുമ്പോൾ ഇനിയിപ്പോ അടുത്ത പ്രാവശ്യം പോകുമ്പോൾ നമുക്കതൊരു വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം. അപ്പം അത് എന്തായാലും വരും. അപ്പൊ അതുപോലെ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഇപ്പൊ എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ ഒക്കെ ചോദിക്കുക, നമ്മൾ പറയും, ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയാം. അപ്പൊ ഇപ്പൊ ഞങ്ങൾ വന്നിരുന്ന ഈ വീഡിയോയുടെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ, ടു ഇൻട്രൊഡ്യൂസ് മിസ്റ്റർ ജെറിൻ മാത്യു, മൈ ബ്രദർ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ നമ്മള് വന്നത്. എന്താ ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അത്ര ഉദ്ദേശിച്ചുള്ളൂ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നല്ല കൂടുതൽ പരിചയപ്പെടുത്തലുകളും കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ആൾക്കാർ നമുക്ക് കൂടെ ഉള്ള എത്ര ആൾക്കാരുണ്ട്, ഇവരെയൊക്കെ എപ്പ പരിചയപ്പെടുത്തിട്ട് അതിനുവേണ്ടി നമുക്ക് ഒരു ലോങ് വീഡിയോ പോലെ നമുക്ക് ചെയ്തിട്ട് ചെയ്യാം. ഇപ്പൊ നമ്മളെല്ലാം ഒരു 10 മിനിറ്റ് അത്രയൊക്കെ ഉള്ളൂ. നമുക്ക് ഒരു 20 മിനിറ്റ് ഒക്കെ പോയിട്ട് നമുക്ക് പറയാം. നിങ്ങൾക്ക് അതൊക്കെ നിങ്ങളുടെ സ്റ്റോർ എന്താ നമ്മുടെ വിൻഡിക് സ്റ്റോറും എന്റെ ഫ്രണ്ട്സിനെയും എന്റെ കൂടെ ഉള്ളവരെയൊക്കെ കാണണോ പരിചയപ്പെടണോ എന്നൊക്കെ പറയാം. നമുക്ക് പെട്ടെന്ന് തന്നെ സെറ്റാക്കാം. അപ്പൊ ആ വീഡിയോയും പെട്ടെന്ന് ചെയ്യാം. കുറച്ച് വീഡിയോസ് ഇങ്ങനെ പ്ലാനിലുണ്ട്, നമുക്ക് ചെയ്യണം, നിങ്ങളോട്ട് എത്തിക്കണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അപ്പൊ അത് ഉടനെ ചെയ്യുന്നതാണ്. അപ്പൊ ഈ പറഞ്ഞതുപോലെ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പറയുക. അത്രേ ഉള്ളൂ. അപ്പം എന്താ മഴക്കോളുണ്ടല്ലേ, മഴ എല്ലാ ദിവസവും വൈകിട്ടാകുമ്പോൾ ഒടുക്കത്തെ മഴയും. പക്ഷെ ജിമ്മി പോണം സമയത്ര ജിമ്മി പോണം ഇന്ന് എന്തായാലും ജിമ്മി പോണം. നമ്മള് 2-3 തിങ്കളാഴ്ച മുതൽ പോകണമെന്ന് വിചാരിച്ചിരുന്നായിരുന്നു. കാര്യം എല്ലാം ഒന്ന് ഒതുങ്ങി, മീൻസ് പെരുന്നാളിനൊക്കെ നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പൊ അതിന്റെ എല്ലാ കാര്യങ്ങളൊക്കെ ഒന്ന് ഒതുങ്ങി തിങ്കളാഴ്ച മുതൽ പോകണം. പക്ഷെ 2 ദിവസം വീണ്ടും ലാഗായിപ്പോയി. പക്ഷെ ഇന്നെന്തായാലും പോകും. ഇന്ന് ജിമ്മിൽ പോകണം, വർക്കൗട്ട് സ്റ്റാർട്ട് ചെയ്യണം, എന്നിട്ട് തിരിച്ച് ഞങ്ങൾ ഷോപ്പിൽ പോകണം. എന്നിട്ട് എല്ലാം ഒതുക്കിയിട്ട് ഒരു 9:30-10 മണിയാകുമ്പോൾ നമ്മൾ തിരിച്ചു വരും. അങ്ങനെ പിന്നെ നമുക്ക് ഇനിയിപ്പം കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് അപ്പച്ചന്റെ ലൈഫിൽ ഒരു ഡേ ഇൻ ലൈഫോ എന്താ ഞാൻ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം വെച്ചിട്ട് നമുക്ക് അങ്ങനത്തെ ചെറിയ വീഡിയോസ് ഒക്കെ നമുക്ക് പ്ലാൻ ചെയ്യാം. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഇത്രേ ഉള്ളൂ. നമ്മൾ പെട്ടെന്ന് ഒരു വീഡിയോ ചെയ്യാം, ജസ്റ്റ് ഒന്ന് ഇവനെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാം, അല്ലെങ്കിൽ ഇവന്റെ കാര്യങ്ങളൊക്കെ പറയാം, നമ്മുടെ കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞാൽ ചൈൽഡ്ഹുഡിനെ പറ്റിയൊക്കെ ഒന്ന് പറയാം. പക്ഷെ ഡീറ്റെയിൽഡ് വീഡിയോ ആയിട്ട് എനിക്ക് തോന്നിയില്ല. നമുക്കൊരു ഡീറ്റെയിൽഡ് വീഡിയോ നമുക്ക് വേറൊരു ദിവസം നമുക്ക് 2-3 വീഡിയോയുടെ കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടൊരു വീഡിയോ നമുക്ക് ചെയ്യാം. നല്ലപോലെ പ്രിപ്പയർ ചെയ്തൊക്കെ ചെയ്യാം. ഇപ്പൊ ഇത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് ചെയ്യാം, അതങ്ങനെ പെട്ടെന്നുണ്ടായൊരു സംഭവം. അപ്പൊ നമുക്ക് നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് നമുക്ക് നല്ല രീതിയിൽ സംസാരിക്കേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ഓർത്തെടുത്ത് നമുക്ക് നല്ല രീതിയിൽ നമുക്കൊരു വീഡിയോ നമുക്ക് ചെയ്യാം. ഓക്കെ, അപ്പം ഇന്നത്തെ നമുക്ക് വൈൻഡ് ചെയ്യാം. ഓക്കെ, ഇന്ന് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. നല്ല മഴക്കൂടെ വരുന്നത്, അപ്പം വെട്ടവും ഡൗൺ ആയെന്ന് തോന്നുന്നു കണ്ടിട്ട്, എനിക്കറിയില്ല, നോക്കട്ടെ. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പൊ എല്ലാവർക്കും എന്താ ലാസ്റ്റ് വീഡിയോയിൽ ഞാൻ എന്തായിരുന്നു പറഞ്ഞു. അപ്പൊ എല്ലാവർക്കും ജോമോന്റെ ഉമ്മ. അപ്പൊ ഇപ്പൊ ഇന്നത്തെ വീഡിയോയില് എല്ലാവർക്കും ജോമോന്റെയും ജർമ്മന്റെ സ്വതവിട്ട പേര് എന്താ ഇന്നത്തെ വീഡിയോയില് എല്ലാവർക്കും ജോമോന്റെയും ജർമ്മന്റെയും ഉമ്മ.